നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് പാലസ്. നമ്മുടെ പാലസ് റോഡിൽ തന്നെ 17ാം പാർലമെന്റിലേക്കുള്ള മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലാണ് നാളെ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിനൊരുങ്ങി ജില്ല. 2283 പോളിംഗ് ബൂത്തുകൾ. സുരക്ഷയ്ക്കായി കേന്ദ്രസേനയടക്കം 5000-ഓളം പോലീസുകാർ. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ നടപടി. കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഭാര്യാപിതാവിനെ കുത്തിക്കൊന്ന കേസിൽ മരുമകന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. നന്ദിപുരം സ്വദേശി സന്തോഷിനെയാണ് ഇരിങ്ങാലക്കുട കോടതി ശിക്ഷിച്ചത്. മാള ഗുരുതിപ്പാലയിൽ കിണറ്റിൽ വീണ കോഴിയെ എടുക്കാനിറങ്ങിയ തൊഴിലാളി മുങ്ങി മരിച്ചു. കണ്ണൂർ സ്വദേശി സജീവാണ് മരിച്ചത്. ഞാൻ റിയ മേരി. വാർത്തകൾ വിശദമായി. 17ാം പാർലമെന്റിലേക്കുള്ള ജനവിധി നാളെ. മൂന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായി കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലാണ് നാളെ തിരഞ്ഞെടുപ്പ്. 1 മാസത്തിലേറെ നീണ്ട പ്രചാരണ മാമാങ്കങ്ങൾക്ക് തിരശ്ശീല വീണതോടെ ജനം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ശബ്ദ പ്രചാരണത്തിന് കൊട്ടിക്കലാശമായതോടെ സ്ഥാനാർത്ഥികളെല്ലാം നിശബ്ദ പ്രചാരണത്തിന്റെ തിരക്കിലായിരുന്നു. കേരളമടക്കമുള്ള 117 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുക. കേരളം, ഗുജറാത്ത്, ഗോവ, കർണാടക, മഹാരാഷ്ട്ര അടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം. മെയ് 23-നാണ് വോട്ടെണ്ണൽ. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് കാഴ്ചകളും വിശദാംശങ്ങളുമായി രാവിലെ 7 മുതൽ TCVയിൽ തത്സമയം വാർത്തകൾ ഉണ്ടായിരിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് നടപടികൾക്കായി ജില്ല ഒരുങ്ങി. ജില്ലയിൽ 2283 പോളിംഗ് ബൂത്തുകൾ. ജില്ലയിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുന്ന തിരക്കിലാണ് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ. പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ബൂത്തുകൾ ഒരുക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി കളമൊരുങ്ങും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 8 സ്ഥാനാർത്ഥികളാണുള്ളത്. ആലത്തൂരിൽ 6ഉം ചാലക്കുടിയിൽ 9 പേരുമാണ് സ്ഥാനാർത്ഥികൾ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ചാലക്കുടിയിലെ 3ഉം ആലത്തൂരിലെ 3ഉം ഉൾപ്പെടെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് ജില്ലയിൽ വിധി നിർണ്ണയിക്കുക. 24,36,393 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. ഇതിൽ 11,71,011 പുരുഷ വോട്ടർമാരും 12,65,386 സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം 13,36,399 ആണ്. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിലായി 5,71,385 വോട്ടർമാരുണ്ട്. കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ മണ്ഡലങ്ങളിലായി 5,28,609 വോട്ടർമാരാണ് ഉള്ളത്. ജില്ലയിൽ 76,811 പുതിയ വോട്ടർമാരും ഉണ്ട്. തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി ജില്ലയിൽ 5000-ഓളം പോലീസുകാർ. ജില്ലയിൽ 290 പ്രശ്ന സാധ്യത ബൂത്തുകൾ. സിറ്റി, റൂറൽ പരിധികളിലായി 5000-ഓളം പോലീസ് സേനയാണ് സുരക്ഷാ ഡ്യൂട്ടിക്കായി വിന്യസിച്ചിട്ടുള്ളത്. ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക സുരക്ഷ ഒരുക്കും. കേന്ദ്രസേന ഉൾപ്പെടെ ഇത്തരം ബൂത്തുകളിൽ ഡ്യൂട്ടിക്കെത്തും. സ്ട്രൈക്കിംഗ് ഫോഴ്സും പട്രോളിംഗ് സംഘങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി സജ്ജമായിട്ടുണ്ട്. തൃശൂർ, ചാലക്കുടി മണ്ഡലങ്ങളിൽ 1132 ബൂത്തുകളാണ് റൂറൽ പോലീസിന്റെ പരിധിയിലുള്ളത്. ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിലെ 1151 ബൂത്തുകൾ സിറ്റി പോലീസിന്റെ പരിധിയിലാണ്. ജില്ലയെ 4 സബ് ഡിവിഷനുകളായി തിരിച്ചാണ് സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ഒരു പോളിംഗ് ബൂത്തിൽ 1 പോലീസ് ഓഫീസറും സ്പെഷ്യൽ ഓഫീസറുമാണ് ഡ്യൂട്ടിക്കുണ്ടാവുക. പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളിൽ തോക്കുധാരിയായ പോലീസുമുണ്ടാകും. അതീവ പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളിൽ ആയുധധാരികളായ 2 പോലീസും കേന്ദ്രസേനയും ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക കൺട്രോൾ റൂം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം. കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ്സിലെ യാത്രക്കാർക്കാണ് ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. കേടായ ബസ്സിന് പകരം സംവിധാനമൊരുക്കാൻ ആവശ്യപ്പെട്ട യുവാക്കളെയാണ് അർദ്ധരാത്രിയിൽ വൈറ്റലയിൽ വെച്ച് ബസ് ജീവനക്കാർ കൂട്ടമായി ആക്രമിച്ചത്. വീഡിയോ ദൃശ്യം ബസ്സിലെ യാത്രക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം വിവാദമായത്. ബസിന്റെ മാനേജർ അടക്കം 3 ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി.
തൃശൂർ കേന്ദ്രമായ സുരേഷ് കല്ലട ഗ്രൂപ്പിന്റെ മറ്റു ബസ്സുകളുടെ യാത്രാരേഖകൾ പരിശോധിക്കുവാനും നിർദ്ദേശമുണ്ട്. ഭാര്യാപിതാവിനെ കുത്തിക്കൊന്ന കേസിൽ മരുമകന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. നന്ദിപുലം കല്ലൂപ്പാലം ചുക്കത്ത് വീട്ടിൽ സന്തു എന്ന് വിളിക്കുന്ന സന്തോഷിനെയാണ് ഇരിങ്ങാലക്കുട കോടതി ശിക്ഷിച്ചത്. 2012 ഒക്ടോബർ 25-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ചെങ്ങാലൂർ സ്നേഹപുരം വൈക്കാടം വീട്ടിൽ ഗംഗാധരനാണ് കൊല്ലപ്പെട്ടത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് ഭാര്യ വീട്ടിൽ അതിക്രമിച്ച് കയറി ഭാര്യാപിതാവ് ഗംഗാധരനെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കുത്തേറ്റ ഗംഗാധരനെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PJ ജോബി, അഭിഭാഷകരായ നിഷ ജോബി, നമിത അശോകൻ, എബിൻ ഗോപുരൻ, ഡിനൽ VS തുടങ്ങിയവർ ഹാജരായി. മാള ഗുരുതിപ്പാലയിൽ കിണറ്റിൽ വീണ കോഴിയെ എടുക്കാനിറങ്ങിയ തൊഴിലാളി മുങ്ങി മരിച്ചു. ഗുരുതിപ്പാലയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശി മാറാഞ്ചേരി 50 വയസ്സുള്ള സജീവാണ് മരിച്ചത്. ഇയാളുടെ ഭാര്യ ലത ജോലി ചെയ്യുന്ന വീട്ടിലെ കിണറ്റിൽ വീണ കോഴിയെ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. കയറിൽ പിടിച്ച് കിണറിൽ ഇറങ്ങിയ ഇയാൾ തിരിച്ചു കയറുന്നതിനിടയിൽ വീഴുകയായിരുന്നുവെന്നാണ് സൂചന. മാളയിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് മൃതദേഹം കയറ്റിയത്. ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് അണ്ണാൻ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി കിണറ്റിലിറങ്ങി 3 പേർ മരണമടഞ്ഞിരുന്നു. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. 25-ന് സംസ്ഥാനത്ത് ന്യൂനമർദ്ദത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റ് പ്രകടമാകുമെന്നാണ് മുന്നറിയിപ്പ്. ആയതിനാൽ 25-നും 26-നും പുറംകടലിൽ മത്സ്യബന്ധനം നടത്തരുതെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. മത്സ്യബന്ധന തൊഴിലാളികളും കടലോരവാസികളും ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. തൃത്തല്ലൂർ സ്വദേശി ചേന്ദ്രവീട്ടിൽ രതീഷ് ശാരി ദമ്പതികളുടെ 10 വയസ്സുള്ള മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത്. പനിയും ശ്വാസതടസ്സവും മൂലം കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. തൃത്തല്ലൂർ UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആദിലക്ഷ്മി. പെരുമ്പാവൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നാട്ടിക മൂത്തങ്കുന്നം ബീച്ച് സ്വദേശി തൈവളപ്പിൽ വിജയന്റെ മകൻ 20 വയസ്സുള്ള തേജസ് ആണ് മരിച്ചത്. ഇക്കഴിഞ്ഞ 16-ന് പെരുമ്പാവൂരിൽ തേജസ് സഞ്ചരിച്ച ബൈക്ക് ദേശീയപാതയിലെ കുഴിയിൽ വീണു മറിഞ്ഞാണ് അപകടം. പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി ബൂത്തുകൾ സജ്ജമാക്കി തുടങ്ങി. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ വോട്ടർമാർക്ക് കൂടുതൽ സൗകര്യങ്ങളാണ് വോട്ടെടുപ്പിനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വോട്ട് ചെയ്ത് ഉദ്ദേശിച്ച ചിഹ്നത്തിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള വിവിപാറ്റ് സംവിധാനം, വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നറുക്കെടുപ്പ് സമ്മാന പദ്ധതി, പ്രായമേറിയവർക്കും ഭിന്നശേഷി അംഗപരിമിതർക്കും വിശ്രമിക്കാനുള്ള റെസ്റ്റ് റൂം, പ്രാഥമിക ചികിത്സാ സൗകര്യം, അംഗപരിമിതർക്ക് ബൂത്തിൽ പ്രവേശിക്കാനുള്ള റാമ്പ്, കുടിവെള്ളം, മെഡിക്കൽ സംഘത്തിന്റെ സേവനം തുടങ്ങിയവയും 12 തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്താനുള്ള സൗകര്യവും ഈ തെരഞ്ഞെടുപ്പിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടേഴ്സിന് അവരുടെ ചെയ്തുള്ള വോട്ടുകൾ അതാത് സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെഷീൻ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുൻപത്തെ ഇലക്ഷനൊക്കെ നമുക്ക് 3-4 ID കാർഡുകൾ ഉണ്ടായിട്ടുള്ളൂ. ഇത് ഒരു 12 എണ്ണം തന്നുള്ളത് വളരെ ഉപകാരപ്രദമാണ്. ഭിന്നശേഷി ഉള്ള വോട്ടേഴ്സ് വരുമ്പോൾ അവർക്ക് പ്രത്യേകം ഒരു ക്യൂവും അതുപോലെ അവർക്ക് ഒരു പ്രത്യേക സംവിധാനമൊക്കെ ഈ പുതിയതായിട്ട് ഇലക്ഷനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വോട്ടിംഗ്
പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു സമ്മാനപ്പെട്ടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് വോട്ടേഴ്സിൻ്റെ സ്ലിപ്പ് അതിലിട്ട് പോകാനായിട്ടാണ് ഒരു പുതിയതായിട്ട് സമ്മാനപ്പെട്ടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ രാവിലെ 5:30 നടത്തുന്ന മോക്ക് പോളിംഗോടെ വോട്ടിംഗ് ദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 50 വോട്ടിംഗ് പരീക്ഷണാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വോട്ടിംഗ് യന്ത്രത്തിന്റെയും വിവിപാറ്റ് സംവിധാനത്തിന്റെയും പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തും. തുടർന്ന് 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് പുറമെ 3 പോളിംഗ് ഓഫീസർമാരും ബൂത്തിന് പുറത്ത് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരാണ് ഓരോ ബൂത്തിലെയും തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പ്രശ്നബാധിത ബൂത്തുകളിൽ ഒബ്സർവർമാർ, മൈക്രോ ഒബ്സർവർമാർ എന്നിവരുടെ സാന്നിധ്യം ഉണ്ടാകും. വൈകിട്ട് 6 വരിയിലുള്ള വോട്ടർമാർ വോട്ട് ചെയ്യുന്നതോടെ വോട്ടെടുപ്പ് സമാപിക്കും. വോട്ടിങ്ങിനിടെ ശതമാനക്കണക്ക് ഓരോ മണിക്കൂറിലും അറിയാനുള്ള പ്രത്യേക ആപ്പും ഇത്തവണത്തെ പ്രത്യേകതയാണ്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കണ്ണിൽ ഞാനെന്നും കാണാൻ കൊതിച്ചതും നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. മോളെ, ഇത് അച്ഛന്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലൂക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ജില്ലയിലെ 13 കേന്ദ്രങ്ങളിലായാണ് വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റും മറ്റും വിതരണം ചെയ്തത്. തൃശൂരിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. ഭിന്നശേഷിക്കാരായവർക്ക് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ വാഹനവും വീൽചെയറും അടക്കമുള്ള പ്രത്യേക സംവിധാനം പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചായിരിക്കും ഇത്തവണ പോളിംഗ് ബൂത്തുകൾ പ്രവർത്തിക്കുക. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കിട്ടിയില്ലെന്ന പരാതിയും ഉയർന്നു. തൃശൂർ മണ്ഡലത്തിലെ വോട്ട് മാത്രമാണ് ജില്ലയിൽ എണ്ണുക. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ എറണാകുളത്തും ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പാലക്കാടുമാണ് നടക്കുക. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ഒരുക്കിയ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്ത് കൗതുകമാകുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം LAC 142 ബൂത്താണ് കല്യാണ മണ്ഡപത്തിന് സമാനമായി അലങ്കരിച്ചിരിക്കുന്നത്. കുണ്ടന്നൂർ സെന്റ് ജോസഫ് UP സ്കൂളിലാണ് പൂക്കൾ കൊണ്ടും ഭംഗിയുള്ള കർട്ടനുകൾ കൊണ്ടും ബൂത്ത് ഒരുക്കിയിട്ടുള്ളത്. സമ്മതിദായകർക്ക് സ്വാഗതം എന്ന ബോർഡും ഉണ്ട്. തൃശൂർ ജില്ലയിലെ 26 സ്ത്രീ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളിൽ ഏറിയ പങ്കും കൊടുങ്ങല്ലൂർ മേഖലയിലാണ്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ എറിയാട് പഞ്ചായത്തിലാണ് 20 സ്ത്രീ സൗഹൃദ ബൂത്തുകൾ ഉള്ളത്. എറിയാട് പഞ്ചായത്തിൽ 20 പോളിംഗ് സ്റ്റേഷനുകൾ സ്ത്രീ വോട്ടർമാർക്കും 18 പോളിംഗ് സ്റ്റേഷനുകൾ പുരുഷ വോട്ടർമാർക്കുമുള്ളതാണ്. എറിയാട് വില്ലേജിൽ 12 ബൂത്തുകളും അഴീക്കോട് വില്ലേജിൽ 8 ബൂത്തുകളുമാണുള്ളത്. സ്ത്രീകൾക്ക് മാത്രമായി നീക്കിവച്ചിട്ടുള്ളതും. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 9 പ്രശ്നബാധിത ബൂത്തുകൾ. പാലുവായ് AMLP സ്കൂൾ, പാലുവായ് സെന്റ് ആന്റണീസ് UP സ്കൂൾ, പാലയൂർ സെന്റ് തോമസ് UP സ്കൂൾ, എടക്കഴിയൂർ സീതി സാഹിബ് സ്കൂൾ, പുത്തൻകടപ്പുറം GFUP സ്കൂൾ, പുത്തൻകടപ്പുറം ഹിദായത്തുൽ ഇസ്ലാം LP സ്കൂൾ, ഇരട്ടപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ബൂത്തുകളും ഒരുമനയൂർ AUP സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള 2 ബൂത്തുകളുമാണ് പോലീസ് പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരം ബൂത്തുകളിൽ പോലീസ് കൂടുതൽ സുരക്ഷയൊരുക്കും. ഈ ബൂത്തുകളിൽ മുമ്പുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും.
വെള്ളവും ഭക്ഷണവും ഇല്ലാതെ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാനെത്തിയ ഉദ്യോഗസ്ഥർ വലഞ്ഞതായി പരാതി. ഒല്ലൂർ, പുതുക്കാട്, നാട്ടിക, വടക്കാഞ്ചേരി തുടങ്ങിയ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാനായി തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയ ഉദ്യോഗസ്ഥരാണ് വലഞ്ഞത്. 5000-ഓളം ഉദ്യോഗസ്ഥരാണ് പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയത്. എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാന്റീൻ മാത്രമായിരുന്നു പലർക്കും ആശ്രയമായത്. ജനവിധിയെ ജനകീയമാക്കാൻ ജില്ലയിൽ വോട്ടർമാർക്കായി സെൽഫി ബൂത്ത് സജ്ജമാക്കുന്നു. ന്യൂജൻ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ് സെൽഫി ബൂത്ത് ഒരുങ്ങുന്നത്. സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഓർമ്മകളിലേക്ക് ചേർത്ത് വയ്ക്കാനുള്ള അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു സംവിധാനം. ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുത്ത പോളിംഗ് ബൂത്തുകളിലാണ് സെൽഫി ബൂത്തുകൾ സജ്ജമാക്കുന്നത്. സ്വീപ്പ് പദ്ധതിയുടെ ഭാഗമായൊരുക്കുന്ന ബൂത്തിൽ എടുക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാനാകും. വോട്ട് രേഖപ്പെടുത്തിയ ആർക്കും വിരലിൽ പുരട്ടിയ മഷിയോടുകൂടിയ സെൽഫി എടുക്കാൻ ഇത്തരം ബൂത്തുകളിൽ സൗകര്യമുണ്ടായിരിക്കുമെന്ന് സ്വീപ്പ് നോഡൽ ഓഫീസർ PD സിന്ധു പറഞ്ഞു. വോട്ട് ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയ സെൽഫി ബൂത്തുകളാണ് സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ സജ്ജമാക്കുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ദിവസം എഴുതാൻ നൽകുന്നത് വിത്തുപേന. വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനാണ് വിത്തുപേന വിതരണം ചെയ്യുന്നത്. പേപ്പർ കൊണ്ട് നിർമ്മിച്ച പേനയുടെ ഒരറ്റത്ത് ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് വെച്ചിരിക്കുന്നത്. ഈ പേന ഉപയോഗിച്ച ശേഷം മണ്ണിൽ കിടന്ന് മുളയ്ക്കുമെന്നതാണ് വിത്തുപേനയുടെ സവിശേഷത. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ മണ്ഡലമായ പുതുക്കാട് എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും വിത്തുപേന നൽകും. 1000-ഓളം ഉദ്യോഗസ്ഥരാണ് പുതുക്കാട് മണ്ഡലത്തിൽ പോളിംഗ് ഡ്യൂട്ടിക്കായി എത്തുന്നത്. കോട്ടപ്പുറത്തുള്ള അംഗപരിമിതരായ കുട്ടികളാണ് പേന നിർമ്മിച്ചത്. കൂടാതെ ഉദ്യോഗസ്ഥർക്കുള്ള തിരിച്ചറിയൽ കാർഡിന്റെ കവർ കുളവാഴ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വാഴച്ചാൽ വനം ഡിവിഷണൽ ഓഫീസർ SB വിനോദിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവർക്ക് സമ്മാന പദ്ധതിയുമായി ജില്ലാ ഭരണകൂടം. വോട്ട് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലിയെ കണ്ടെത്തിയാണ് സമ്മാനങ്ങൾ നൽകുക. ജില്ലയിൽ ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 10 വോട്ടർമാരെയാണ് നറുക്കെടുപ്പിലൂടെ കണ്ടെത്തുക. 13 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി 130 ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ നൽകും. ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകിയിട്ടുള്ള സ്ലിപ്പ് വോട്ട് ചെയ്ത ശേഷം ബൂത്തിൽ സജ്ജമാക്കിയിട്ടുള്ള പ്രത്യേക സമ്മാന ബോക്സിൽ നിക്ഷേപിക്കുകയാണ് വോട്ടർമാർ ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് കളക്ടർ TV അനുപമയായിരിക്കും സമ്മാനങ്ങൾ നൽകുക. സ്വീപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് വോട്ടർമാർക്കായി സമ്മാന പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ഒരു ഇടവേള കൂടി. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്രമസമാധാന ക്രമീകരണങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഓട്ടുപാറയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് റൂട്ട് മാർച്ച് നടന്നു. വടക്കാഞ്ചേരി CI സെൽവരാജ്, CI സ്റ്റീഫൻ, SI അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ റൂട്ട് മാർച്ച് നടത്തിയത്. 142 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വടക്കാഞ്ചേരിയിലെ സ്റ്റേഷൻ പരിധിയിലെ 72 ബൂത്തുകളിലെ സേവനത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരിയിൽ കുമ്പളങ്ങാട്, പരുത്തിപ്പറ, മാരാത്തുകുന്ന് എന്നീ ബൂത്തുകൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉള്ള ബൂത്തുകളുടെ പട്ടികയിലാണ്. ഇരിങ്ങാലക്കുടയിൽ സായുധ പോലീസ് റൂട്ട് മാർച്ച് നടത്തി. വോട്ടെടുപ്പിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധിയിലെ കോണത്തുകുന്നിലും പൊറത്തിശ്ശേരിയിലുമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സായുധ പോലീസ് മാർച്ച് നടത്തിയത്. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ പരിധിയിൽ 10 പ്രശ്ന സാധ്യത ബൂത്തുകളാണ് ഉള്ളത്. തൃശൂർ നഗരത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം. പള്ളിക്കുളത്തിന് സമീപത്തെ കോർപ്പറേഷന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ രാത്രി 9:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവയ്ക്കാണ് തീപിടിച്ചത്. തീ പടർന്ന് വൻ പുക രൂപപ്പെട്ടത് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള അഗ്നിശമന സേനയുടെ ശ്രമങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു. തൃശൂർ ഫയർ സ്റ്റേഷനിലെ 5 യൂണിറ്റ് വാഹനങ്ങളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സമീപത്ത് ആദം ബസാർ അടക്കമുള്ള നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് ഉള്ളത്.
ജില്ലയിൽ പോളിംഗ് ശതമാനം 80-ലെത്തിക്കാനുള്ള നീക്കവുമായി ജില്ലാ ഭരണകൂടം. ഇത്തവണ പോളിംഗ് ടാർഗറ്റ് 80%-ലെത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം. നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 75%-മാണ് പോളിംഗ്. തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ ബൂത്തുകളിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വില്ലേജ് ഓഫീസർമാർക്കാണ് ബൂത്തുകളുടെ ചുമതല. ജലത്തിന് പ്രാധാന്യം നൽകി ഫോട്ടോ റിയലിസ്റ്റിക് രീതിയിൽ വരച്ച ചിത്രങ്ങളുമായി ചിത്രകലാ അധ്യാപകനായ NS സുധീഷിന്റെ ആദ്യ ചിത്ര പ്രദർശനം W ശ്രദ്ധേയമാകുന്നു. ചേറ്റുവ എങ്ങണ്ടിയൂർ സ്വദേശിയായ NS സുധീഷ് വരച്ച 33 ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രപ്രദർശനമായ ഡെബ്യൂവിൽ ഉള്ളത്. ഓയിൽ, വാട്ടർ കളർ, അക്രലിക് മീഡിയങ്ങളിൽ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളിൽ അധികവും ഫോട്ടോ റിയലിസ്റ്റിക് രീതിയിലാണ് വരച്ചിരിക്കുന്നത്. വെള്ളത്തിന് ഏറെ പ്രാധാന്യം നൽകി കടലിന്റെ പശ്ചാത്തലത്തിലുള്ള നിരവധി ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒടിയൻ എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ചിത്രമടക്കം ഒരു പിടി പോർട്രേറ്റുകളും പ്രദർശനത്തെ ആകർഷകമാക്കുന്നു. കൂടുതലും വാട്ടർ കളറിലാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും ജലം കടന്നു വരുന്ന രീതിയിലുള്ള ചിത്രങ്ങളും പിന്നെ പോർട്രേറ്റ്സുകളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് വരച്ച പല ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതലും ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഫോട്ടോ നോക്കി വരയ്ക്കുന്ന രീതിയിലാണ് എല്ലാ ചിത്രങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ യാത്രകളിൽ കണ്ട പല ദൃശ്യങ്ങളും മൊബൈൽ ക്യാമറകളിലും എടുത്തതും അതും നോക്കി വരച്ച് ആണ് ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഗ്രാമീണത തുളുമ്പുന്ന മനോഹര ചിത്രങ്ങളും ഡെബ്യൂ പ്രദർശനത്തിൽ കാഴ്ചക്കാർക്ക് ഏറെ ആനന്ദം പകരുന്നവയാണ്. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതനിലെ ചിത്രകലാ അധ്യാപകനായ സുധീഷിന്റെ ആദ്യ ചിത്ര പ്രദർശനമാണ് ഡെബ്യൂ. വ്യാഴാഴ്ച പ്രദർശനം സമാപിക്കും. TCV തൃശൂർ. ഇനി വാണിജ്യം. ഇറക്കുമതി ചെയ്ത ഡേറ്റ്സ്, നട്ട്സ്, ചോക്ലേറ്റ്സ് തുടങ്ങിയവയുടെ വൻ ശേഖരവുമായി അറേബ്യ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ വടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച അറേബ്യ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഉടമകളായ VS അനീഷ്, അനശ്വര അനീഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ജാനകി സുബ്രഹ്മണ്യൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സൗദി അറേബ്യ, UAE, ഇറാൻ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഗുണമേന്മയാർന്ന ഈന്തപ്പഴങ്ങൾ മിതമായ നിരക്കിൽ അറേബ്യ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ആരോഗ്യസമ്പുഷ്ടമായ വിവിധങ്ങളായ നട്ട്സ്, ലോകോത്തര ബ്രാൻഡുകളുടെ രുചികരമായ ചോക്ലേറ്റ്സ്, സ്വാദിഷ്ടമായ ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവയുമുണ്ട്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇറക്കുമതി ചെയ്ത ഫ്രൂട്ട് ഡ്രിങ്ക്, നോൺ ഫ്രൂട്ട് ഡ്രിങ്ക്, വൈൻ എന്നിവയുടെ മികച്ച ശേഖരവും സ്വാദിഷ്ടമായ കേക്കുകളും അറേബ്യ ഡേറ്റ്സ് ആൻഡ് നട്ട്സിൽ ലഭ്യമാണ്. ഗുണമേന്മയാർന്ന സുഗന്ധവ്യഞ്ജനങ്ങളുമുണ്ട്. സെലിബ്രേഷനുകൾക്ക് മാറ്റുകൂട്ടാൻ ഗിഫ്റ്റ് ഹാമ്പേഴ്സിന്റെ വൻ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9495 092203. സ്വർണം, വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 2960 രൂപ, വെള്ളി 10 ഗ്രാമിന് 420 രൂപ, തങ്കം ഗ്രാമിന് 3271 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത് പാലസ്, നമ്മുടെ പാലസ് റോഡിൽ തന്നെ. 17ാം പാർലമെന്റിലേക്കുള്ള 3ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലാണ് നാളെ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിനൊരുങ്ങി ജില്ല. 2283 പോളിംഗ് ബൂത്തുകൾ. സുരക്ഷയ്ക്കായി കേന്ദ്രസേനയടക്കം 5000-ഓളം പോലീസുകാർ. യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ കല്ലട ബസിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യാൻ നടപടി. കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ഭാര്യാപിതാവിനെ കുത്തിക്കൊന്ന കേസിൽ മരുമകന് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. നന്ദിപ്പുലം സ്വദേശി സന്തോഷിനെയാണ് ഇരിങ്ങാലക്കുട കോടതി ശിക്ഷിച്ചത്. മാള ഗുരുതിപ്പാലയിൽ കിണറ്റിൽ വീണ കോഴിയെ എടുക്കാനിറങ്ങിയ തൊഴിലാളി മുങ്ങി മരിച്ചു. കണ്ണൂർ സ്വദേശി സജീവാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.